ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തൈര് കറി ഉണ്ടാക്കുകയാണ്. തൈര് ഒഴിച്ചു കൂട്ടാൻ എന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പം അത് നിങ്ങൾക്കറിയാം, എന്നാലും ഞാനത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. തേങ്ങയൊക്കെ അരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ തിരുവണം. ആദ്യം തന്നെ കുറവ് കൂടുതൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള അളവിനുള്ള തേങ്ങ നമുക്ക് എടുക്കാം കേട്ടോ. തൈരിൻ്റെ അളവും കൂടി നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് തേങ്ങ ആദ്യം തന്നെ ചിരകിയെടുക്കുക. അതിനിടയ്ക്ക് കോഴികൾ ബഹളം ഉണ്ടാക്കി. പിന്നെ അവർക്ക് തീറ്റ കൊടുക്കാനും പോയി. അപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ പോവാം. തേങ്ങ നന്നായിട്ട് വടിയെ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി കൂടി ഇടുക. ഒരു 3 പച്ചമുളകും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചിട്ട് കൊടുക്കുക. ഒരല്പം ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇടുക. അപ്പോൾ തേങ്ങയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അരച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കട്ടി കുറയ്ക്കണോ വേണ്ടയോ എന്ന് നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള വെള്ളം ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് പാകത്തിനാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്ത് വയ്ക്കുക. അതൊന്ന് ഒഴിച്ച് അടിച്ചെടുക്കണം. കട്ടയ്ക്ക് ഇരിക്കുന്ന തൈരായിരിക്കും അല്ലേ. ഇത് നമ്മളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയ തൈരാണ് കേട്ടോ. ഇനി ഇത് ഞാൻ കുറച്ച് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് വീട്ടിൽ നിന്ന് വാങ്ങിയ തൈരായതുകൊണ്ട് നല്ല തൈരാണ്. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വയ്ക്കാം. പിന്നെ കടമുളക് എന്ന് ഞങ്ങൾ പറയും, ഉണക്കമുളക്, അതും കൂടി എടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് കടുക് വറുക്കാം. അടുപ്പിൽ തീ കത്തിച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അടുപ്പിൽ കറി വയ്ക്കുമ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനേക്കാളൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ചട്ടി ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറിയ കളറിൽ ചുമന്ന് വരുമ്പോൾ നമുക്ക് ഉണക്കമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും കേട്ടോ. കടുക് മുമ്പ് ഇടുന്നതിനേക്കാളും ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മൂത്തതിന് ശേഷം ചുമന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് വേഗം പൊട്ടും. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ അതിൽ നമുക്ക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കറിക്ക് നല്ലൊരു കളറും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് ഈ തേങ്ങ അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിന് ചെറിയൊരു ചൂട് മതി. ഉപ്പ് കുറവായിരുന്നു ഞാൻ നേരത്തെ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കണ്ട. തീ കൂടുതലാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഒരുപാട് തിളയ്ക്കണ്ട. ഒന്ന് ചൂടായാൽ മതി. ചെറിയ ചൂടായി സൈഡിലൊക്കെ ഒന്ന് ചെറിയ തിളയ്ക്കുന്ന പോലെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ടും അത് പിന്നെ തിളയ്ക്കാനോ ഒന്നിനും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ചൂടാകുമ്പോഴേക്കും നമുക്കതൊന്ന് ഈ തൈര് നന്നായിട്ട് ഇളക്കി ചേർക്കണം കേട്ടോ. ആ തേങ്ങയിൽ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം വേഗം തന്നെ. ഇനി അതൊരു അടപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. തൈര് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാത്രം മതി കേട്ടോ ചോറിന്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാബേജ് തോരനും വെണ്ടയ്ക്ക ഉപ്പേരിയും നെല്ലിക്ക അച്ചാറും ഉണ്ട്. ഇതിൻ്റെയോടൊപ്പം തൈര് കറിയും കൂടി ഒഴിച്ചിട്ട് ചോറ് കഴിക്കാൻ പോവാണ്. മണി 1:30 ആയി.
നല്ല വിശപ്പായിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ തൈര് കറി ഒഴിച്ച് ചോറ് കഴിക്കാം. ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ചാനലാണിത്. അപ്പം നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.